ഇപ്പോൾ പാലക്കാട് കുട്ടിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. PTA ഭാരവാഹികൾ ഉൾപ്പെടെ അവർ സംസാരിക്കുകയാണ്. ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ, ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക, രക്ഷിതാവിനെ തന്നെ കാണിക്കുക. നമ്മൾ അങ്ങനെയാണ് ആ കുട്ടിയെ, ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കുക. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകൻ്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരുന്നതിനെ കുറിച്ച്, ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും 2 ദിവസം ഈ മറ്റു കുട്ടികളുടെ തുറിച്ചുകോട്ടം അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൽക്കാലം അവൻ വീട്ടിലിരിക്കുകയാണ്. നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അവനും വിഷമം ഉണ്ടാവും, ഇത് പ്രചരിച്ചതിൻ്റെയൊക്കെ വിഷമം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കും നമ്മൾ. പിന്നെ കുട്ടിയെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതെ, വീഡിയോ പ്രചരിപ്പിച്ചതിൽ പിന്നെ സ്ഥാപനത്തിനോ സ്ഥാപനമധികാരിയിൽ നിന്ന് എനിക്കോ എൻ്റെ അധ്യാപകർക്കോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ചെറിയ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പല തരത്തിലുള്ള കുട്ടികളുണ്ട്. പിന്നെ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ട്. പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. ക്ലാസ് ടീച്ചറും മറ്റു അധ്യാപകരും എന്നോട് പറയാറുണ്ട്. ഞാൻ അതിൽ ഇടപെടാറുണ്ട്, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ കാലത്ത് എൻ്റെ പല രക്ഷിതാക്കളും വിളിച്ച് പറയാറുണ്ട്, സാറേ വീട്ടിൽ വന്നാൽ ഉടനെ കുട്ടി മൊബൈൽ ഫോൺ എടുത്ത് മേലെ അപ്സ്റ്റെയറിൽ പോയിരിക്കുന്നു, ഒന്ന് ഉപദേശിക്കൂ. പലരോടും പറയാൻ, പല കുട്ടികളോടും ഞാൻ വിളിച്ച് പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, രക്ഷിതാവ് പറഞ്ഞ് കേൾക്കണം. ഇതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ കാര്യത്തിലുണ്ടായത്. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് അത് പിടിവിട്ട് പോയി. ഇല്ല, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ലെന്നാണോ നിയമം? പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് കുറച്ച് കുട്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് മുൻപൊരു പ്രാവശ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ സൂക്ഷിച്ച് വയ്ക്കും. രക്ഷിതാവിനെ വിളിച്ചു വരുത്തും, രക്ഷിതാവിനോട് വിവരം പറയും, എന്നിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. യോഗത്തിൽ ഈ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന്, വിദഗ്ധ ചികിത്സയാണോ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് ആണോ, അതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ വീണ്ടും നമ്മുടെ ഭാഗമാക്കാൻ ശ്രമിക്കണമെന്നാണ് PTA എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം പേര് അഭിപ്രായപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് ഇന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. RDD. അപ്പം ഇന്ന് കൊടുത്തു. എന്താണ് സംഭവിച്ചത് എന്നാണ് മൊത്തം കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഇത് ചോരാൻ എങ്ങനെയാണ് ചോർന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, 100% ഉറപ്പാണ്. അല്ല, അത് എനിക്ക് പറയാനറിയില്ല. കുട്ടിയുടെ അമ്മയ്ക്കാണല്ലോ അത് കിട്ടിയിട്ടുള്ളത്. എന്താ ഉണ്ടായെന്ന് അറിയില്ല. അപ്പോൾ കുട്ടി പിന്നെ ഒരു വെറും ക്രിമിനൽ എന്ന് സമൂഹം കാണുന്നതിനോട് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വഭാവ പ്രശ്നങ്ങളുണ്ട്. കറക്റ്റ് ചെയ്യലാണ് ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു സ്ഥാപന മേലധികാരികളുടെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കടമ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ പേര് അനിൽകുമാർ AK. ഓക്കെ. ആ കുട്ടി വേണ്ട ചികിത്സയുടെ സമയവും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടവർക്കല്ലോ അറിയുള്ളൂ. അതിനുശേഷം പിന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി, തെറ്റാണെന്ന് അവൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്ത് തെറ്റായിപ്പോയി. ആ ഒരു സമയത്തെ ഒരു വികാര തള്ളിച്ചയിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. മാപ്പൊന്നും പറയേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് പരാതി അല്ല കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയൊരു വിഷയം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ റിപ്പോർട്ടിൽ കുട്ടിയോട് അവിടെ സംസാരിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെയാണല്ലോ അവരോട് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളത്. അപ്പോൾ നമ്മളത് ക്ഷമിക്കേണ്ടവരാണല്ലോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്ന് രാവിലെ ഒരു 24ൻ്റെ ന്യൂസ് വന്നത്, നമ്മളൊരു പോസ്റ്റ് വന്നത് കുട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള. എവിടുന്നാണ് ഇങ്ങനൊരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്നല്ല, ഈ കൊടുത്ത ചാനലിന് കിട്ടിയിട്ടുള്ളത് നമുക്കറിയില്ല.
അത് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ വന്നു ചോദിച്ചു അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ എന്നെ പലരും വിളിച്ചിരുന്നു, അവരോടും ഈ ഉണ്ടായ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ പറയുമ്പോൾ അതൊരു വലിയ രീതിയിൽ ആ കുട്ടിയുടെ ഭാവിയും കൂടി ബാധിക്കുന്നതാണ്, സ്കൂളിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും കൂടി ബാധിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്യരുത്. നമ്മളിപ്പോഴും ചെയ്തിട്ടുള്ളത് മാഷ് പറഞ്ഞു, ആ കുട്ടിയെ ചേർത്തി നിർത്തി, ആ കുട്ടിക്ക് അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രയാസത്തിൻ്റെ പുറത്ത് ആൾ സമ്മതിച്ചു ഞാൻ ചെയ്ത് തെറ്റാണ്, അതിൻ്റെ ഭാഗമായിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. അത് നമുക്ക് കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത് കുട്ടിയെ നമ്മൾ സ്കൂളിൽ കയറ്റി നമ്മൾ കുട്ടിയെ ഭാവി അവരുടെ സംരക്ഷിതത്തോടു കൂടി നമ്മൾ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഷിബു വി പി. പാലക്കാട് സംഭവത്തിന് ശേഷം ഇപ്പോൾ പ്രിൻസിപ്പൽ പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് ചേർന്ന യോഗത്തിന് ശേഷമുള്ള പ്രതികരണമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ പ്രതികരണത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് കുട്ടി. അതുകൊണ്ട് 2 ദിവസം കുട്ടി വീട്ടിൽ ഇരിക്കുകയാണ്. സസ്പെൻഷൻ ഉണ്ടായിട്ടില്ല. കുട്ടിക്ക് വേണ്ട ചികിത്സയോ കൗൺസിലിങ്ങോ ഒക്കെ നൽകാൻ തയ്യാറാണ്. കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും സ്കൂൾ എന്നാണ് ഇപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത്. അതേസമയം പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോ തങ്ങളുടെ ഭാഗത്തു നിന്നല്ല എന്നുകൂടി പറയുകയാണ് സ്കൂൾ അധികൃതർ. കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ, കുട്ടിയുടെ പശ്ചാത്തലം ഇതൊക്കെ തന്നെ അറിഞ്ഞ് തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കും. പ്രശ്നക്കാരൻ എന്ന രീതിയിൽ ഒരു ക്രിമിനൽ രീതിയിലേക്ക് കുട്ടിയെ കാണാൻ പാടില്ല. അങ്ങനെ ഒരു സന്ദേശം നൽകാൻ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് അധ്യാപകൻ പറയുന്നു. തെറ്റ് പറ്റി, കുട്ടി അത് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ ഇനി മറ്റ് നടപടികൾ ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ബാലാവകാശ കമ്മീഷൻ്റെയൊക്കെ തന്നെ ഇടപെടൽ ഈ സംഭവത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അടിയന്തര യോഗം ചേർന്ന് നടപടിക്രമങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും. ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രസാദ്, പ്രിൻസിപ്പലിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കുട്ടിയുടെ കാര്യത്തിൽ എന്തായാലും തെറ്റ് പറ്റി, വൈകാരിക പ്രശ്നമായിട്ടാണ് അതിനെ കാണുന്നത്, ഒരു സമയത്തുണ്ടായ പ്രശ്നം, അതിനപ്പുറത്തേക്ക് നടപടികളിലേക്കൊന്നും പോകില്ല, കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണോ അധ്യാപകർ അറിയിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ PTA യോഗത്തിന് ശേഷമാണ് പ്രധാന അധ്യാപകൻ AP അനിൽകുമാറും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ഷിബുവും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ഷിബുവും നമ്മളോട് സംസാരിച്ചു. ഇപ്പോൾ യോഗം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഈ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ കുട്ടിക്ക് ചില ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് നൽകാനും അതുപോലെ തന്നെ കുറച്ച് ദിവസം ഈ കൗൺസിലിംഗ് കഴിഞ്ഞ് കുട്ടി ഓക്കെ ആകുന്നതുവരെ കുട്ടി സ്കൂളിലേക്ക് വരുന്നുണ്ടാവില്ല. സസ്പെൻഷൻ അല്ല, അങ്ങനെ ഒരു വാർത്ത ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനും അതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിശദീകരണം ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, എന്താണ് യഥാർത്ഥ സംഭവിച്ചത്, വീഡിയോ എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പ്രചരിച്ചതെന്നെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. അതിനൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയല്ല കൊടുത്തത്, ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയിച്ചത്. കുട്ടി മുൻപും ഇതുപോലെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അന്ന് തിരിച്ചു വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക്